ഹായ് ബഡീസ്, നിങ്ങൾ കുറച്ച് പേരെങ്കിലും വായിച്ചിട്ടുള്ള ഒരു ബുക്കാണ് നെപ്പോളിയൻ ഹില്ലിൻ്റെ ദിസ് ഈസ് ദ ബുക്ക് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ബൈ നെപ്പോളിയൻ ഹിൽ. 1937 അദ്ദേഹം എഴുതിയ, അതായത് 80 വർഷങ്ങൾക്ക് മുന്നേ എഴുതിയ ഒരു ബുക്കാണ് ഇന്നും ഒരു ബെസ്റ്റ് സെല്ലിംഗ് ബുക്ക്. ഓക്കെ, സ്പേസ് ബുക്സ് മാവേലി ബിൽഡിംഗ്, ബാങ്ക് ജംഗ്ഷൻ, ആലുവ എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ വാങ്ങിയിട്ട് ബുക്ക് ആലുവ എന്നാണ്. അപ്പോൾ എൻ്റെ ഫിസിക്കൽ കോപ്പി ഞാൻ സെർച്ച് ചെയ്ത ശേഷം മാത്രമാണ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് 80 വർഷങ്ങൾക്ക് മുന്നേ എഴുതപ്പെട്ട ഒരു ബുക്ക്. ഇന്നും അതിന് പ്രസക്തി എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണം എന്ന വസ്തുവിൻ്റെ മൂല്യം കൊണ്ട് നമ്മൾ റിച്ച് ആവുക എന്നുള്ളതല്ല, ജീവിതം ഡിസിപ്ലിൻഡ് ആവുക. നമ്മളെല്ലായ്പ്പോഴും ഒരു സ്വപ്നം കാണും, ആ സ്വപ്നത്തിൽ നിന്നാണ് ജീവിക്കാൻ തുടങ്ങുന്നത്. നമ്മൾ ജീവിതത്തിൽ ഒരു വീട്, കാറ്, ഈ മെറ്റീരിയലിസ്റ്റിക് തിങ്സ് വിട്, ഒരു ലവ്, ഒരു ഇഷ്ടം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഫസ്റ്റ് ഒരാളുമായിട്ട് റിലേഷനിലായ അവരുമായിട്ട് വിവാഹിതരാവുന്നതും അവരോട് ഒരുമിച്ച് ജീവിക്കുന്നതൊക്കെ സ്വപ്നം കാണാറില്ലേ എന്ന് പറയുന്ന പോലെ, ഫസ്റ്റ് ഓഫ് ഓൾ തോട്ട് ഉണ്ടാവുക, ചിന്തയുണ്ടാവുക, ദെൻ ഡിസയർ ഉണ്ടാവുക, ഭയങ്കരമായ ഡിസൈൻ, പിന്നെ അതിലേക്കുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുക. വെൽത്താണെങ്കിലും നമ്മൾ പറയുന്ന പോലെ ഒരാളോട് സ്നേഹമുണ്ടെങ്കിലും അവരെ പ്രപ്പോസ് ചെയ്യാതൊന്നും അവരുടെ മനസ്സിരിക്കും നമുക്കറിയാൻ പറ്റില്ല. മേ ബി ദേ ആർ കമ്മിറ്റഡ്. അപ്പോൾ വ്യക്തമായിട്ട് പ്ലാൻ ഉണ്ടാവുക, അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുക, പെർസിസ്റ്റൻസ് ഉണ്ടാവുക, അതായത് അച്ചടക്കമുള്ള രീതിയിൽ തന്നെ നമ്മളതിലേക്ക് എത്തിപ്പെടുക. ദെൻ യു ഗോട്ട് ദ റിസൾട്ട് എന്നാണ് വെൽത്തിനെ പറ്റിയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിലെ ഏത് സാഹചര്യത്തെ പറ്റിയിട്ടും ഈ ബുക്കിലൂടെ നെപ്പോളിയൻ ഹില്ല് പറയുന്നത്. എൻ്റെ ഒച്ച അടിച്ചിട്ടുണ്ട്. എനിക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടത്, നെക്സ്റ്റ് സ്റ്റെപ്പ് എനിക്ക് എന്താണ് വേണ്ടിയത് എന്ന് എനിക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവണം. വേണ്ടേ? അല്ലാതെ സിമ്പിളി അങ്ങ് ജീവിക്കുവാണെങ്കിൽ എനിക്ക് 70 വയസ്സ് വരെ സിമ്പിളി അങ്ങ് ജീവിക്കാം. അതല്ലാതെ എനിക്ക് വേണ്ട ജീവിതം ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. എൻ്റെ പേരൻസിന് അത് ക്രിയേറ്റ് ചെയ്ത് തരുന്നതിൽ ഒരു ലിമിറ്റുണ്ട്. എൻ്റെ ഫാമിലിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന്, എൻ്റെ പാർട്ട്ണറിന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരു ലിമിറ്റുണ്ട്, ഇല്ലേ? എനിക്ക് വേണ്ടത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും അവരവരുടെ അച്ചീവ്മെൻറ്റ്സ് എന്തായിരിക്കുമെന്ന് വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരിക്കണം. നമ്മൾ വീട് വയ്ക്കുന്നതിന് മുന്നേ നമുക്കൊരു കൊട്ടേഷൻ, നമ്മൾ കുറേ കോൺട്രാക്ടേഴ്സിൽ നിന്ന്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബിൽഡിംഗ് കമ്പനിയിൽ നിന്ന്, കൺസൾട്ടൻസിയിൽ നിന്ന് നമ്മൾ എടുക്കും. ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ ബിസിനസ് പ്ലാൻസ് വെക്കും, അതിൻ്റെ മാർക്കറ്റിംഗ് പ്ലാൻസ് വെക്കും, അതിൻ്റെ ബഡ്ജറ്റ് ഇടും, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. ഇതേപോലെ തന്നെയാണ് എൻ്റെ അടുത്ത വർഷങ്ങളിലുള്ള, അടുത്ത 5 വർഷത്തേക്കെങ്കിലും ഉള്ള ഒരു ജീവിതത്തിനെ പറ്റി എനിക്കൊരു പ്ലാൻ. ഈ ബുക്ക് ഒരിക്കലും നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നത് എങ്ങനെയാണ്, നിങ്ങളൊരു ഫിനാൻസ് മാനേജർ ആവുന്നത് എങ്ങനെയാണ്, നിങ്ങൾ ഫിനാൻസ് എങ്ങനെ ഡീൽ ചെയ്യണം, ഇങ്ങനെയൊന്നും ഉള്ള കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. നിങ്ങൾക്കിങ്ങനെ വെൽത്തി മൈൻഡ് സെറ്റ് ഉണ്ടാവണം. നിങ്ങൾ വെൽത്തി ആവുമ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണോ അങ്ങനെ സ്വപ്നം കണ്ട് ഇന്ന് തൊട്ടേ ജീവിച്ചു തുടങ്ങുക. മനസ്സിലായി? ഇപ്പോൾ ഓൾറെഡി കുറേ സ്റ്റെപ്സിൽ എത്തി നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഒരു 4 വർഷം മുന്നേ ഞാൻ കണ്ട സ്വപ്നം ഉണ്ടായിരുന്നു, അവന് ഫുള്ളി ഇൻഡിപെൻഡൻറ്റ് ലേഡി ആയിരിക്കണമെന്ന്. ഞാൻ എൻ്റെ വീട്ടിലെല്ലാവരും എന്നെ തളച്ചിടാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്ന ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, കംപ്ലീറ്റ്ലി എനിക്ക് കുറച്ച് ബുക്സൊക്കെ വായിച്ച് അതിനുള്ള ഏണിങ്സൊക്കെ വരുത്തിയിട്ട് ഒരിടത്ത് ഒറ്റയ്ക്ക് താമസിക്കണം എന്ന്. ഞാനത് കഴിഞ്ഞ് 2-3 വർഷം എക്സ്പീരിയൻസ് ചെയ്തിരുന്നു ഇൻ ടു ഡിഫറെൻറ്റ് സിറ്റുവേഷൻ. ആൻഡ് അതേപോലെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിൻ്റെ പോർച്ചിൽ ഏത് വണ്ടിയാണ് കിടക്കുന്നതെന്നുള്ളത് നീ ആദ്യമേ സ്വപ്നം കണ്ടിട്ടുണ്ട്, ഇല്ലേ? ആ വണ്ടിയെ പറ്റിയുള്ള എല്ലാ ഫീച്ചേഴ്സും നീ സെർച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യണം. ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം. അത് പേടിച്ചിരിക്കുമല്ല ചെയ്യണ്ടേ, അതിലേക്കുള്ളൊരു റൂട്ട് തിരക്കും, നിനക്ക് തെളിഞ്ഞു വരും. തോട്ട് മാത്രം പോരാ. ദ നെക്സ്റ്റ് ഈസ് തോട്ടിനെ നമ്മൾ ഗോളാക്കണം. ഇതാണ് എൻ്റെ ഗോൾ എന്ന് എഴുതണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അത് എഴുതണം. അതൊരു ഗോളായിട്ട് മാറ്റണം. ആ ഗോളിനെ പ്ലാൻ ആക്കണം, പ്ലാനിനെ ആക്ഷൻ ആക്കണം, ആക്ഷനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ആക്ഷൻസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഞാൻ 1 ദിവസവും 2 ദിവസവും 3 ദിവസമൊന്നും അല്ല, ഡെയിലി ഐ മീൻ ടു ദ ആക്ഷൻ. അപ്പോഴാണ് അതിനൊരു റിസൾട്ട് കിട്ടുന്നത്. ഒരു സക്സസ്ഫുൾ മാൻ, എൻ്റെ കൂടെ പഠിച്ച എന്നേക്കാൾ മോശം എഡ്യൂക്കേഷണൽ കാലിബർ ഉണ്ടായിരുന്ന എല്ലാവരും നല്ല സിറ്റുവേഷനിലേക്ക് എത്തി. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ കൂടെ ആണല്ലോ എല്ലാവരും അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മൾ പറയും അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നല്ലതായിരുന്നു, അല്ലെങ്കിൽ അവരെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടായിരുന്നു, അവർ അങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ എന്നോട് തന്നെ കുറച്ച് നാൾക്ക് മുന്നേ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. വെൻ ഐ വാസ് 18 ഐ ലോസ് മൈ ഡാഡ്. അപ്പോൾ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അതൊന്നും ഒരു റീസൺ അല്ല അല്ലേ. അച്ഛനെ ആഗ്രഹിച്ച മോളാകുക എന്നുള്ളതാണ് ഇനി എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ദാറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് ഗോൾ ആക്ച്വലി. അപ്പം അവരുടെ ഫാമിലിയിൽ നല്ല മണിയുണ്ട്, അവരുടെ ഫാമിലി വെൽത്തിയാണ്, അവരുടെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സിബ്ലിങ്സ് ഉണ്ട്, പേരൻസ് ഉണ്ട്. നോട്ട് അറ്റ് ഓൾ. ഇതൊന്നുമല്ല സക്സസ്സിനെ, നിങ്ങളുടെ മൈൻഡ് സെറ്റാണ് സക്സസ്സിനെ. അതാണ് ഈ പുസ്തകത്തിലുള്ള നെപ്പോളിയൻ. അദ്ദേഹയുടെ ഫിലോസഫിയോടെ ഒരുപാട് ഇൻഡസ്ട്രിയലിസ്റ്റിനെ, ഒരുപാട് എൻ്റർപ്രനേഴ്സിനെ ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ള നെപ്പോളിയൻ ഹില്ലിന് നമ്മളോട് പറയാനുള്ളത്, ഈ നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ല, നിങ്ങളുടെ വീട്ടിലെ മണി പവർ അല്ല, ലക്കല്ല, ഇതൊന്നുമല്ല, നിങ്ങളുടെ മൈൻഡ് സെറ്റാണ് നിങ്ങളെ സക്സസ്ഫുൾ ആക്കുന്നത്. ഇറ്റ്സ് 101% ട്രൂത്ത്. നിങ്ങളുടെ മൈൻഡ് സെറ്റും നിങ്ങളുടെ ഡിസിപ്ലിനുമാണ്. ഡിസിപ്ലിൻ്റെ ആക്ഷൻ, സ്പെഷ്യലൈസ്ഡ് നോളജ് എന്ന് പറയുന്നുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഡിസിപ്ലിൻ്റെ ആക്ഷൻ ആണ്. പിന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, എസ്പെഷ്യലി കേരളത്തിൽ ജീവിക്കുമ്പോൾ എ ലോട്ട് ഓഫ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആർ ദെയർ. സൊസൈറ്റി ചോദിക്കുന്ന കുറച്ചധികം ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയേണ്ടി വരും. അപ്പോൾ അതിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ, നെപ്പോളിയൻ ഹില്ല് പറയുന്നില്ല, അത് എൻ്റെ പേഴ്സണൽ ഒരു അഡ്വൈസ് തരാം. റിയാക്ട് ചെയ്യാതിരിക്കുക, മനസ്സിലായോ? ഞാൻ ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം 5 വർഷം മുന്നേ കേട്ടതായിരുന്നു സ്ലീവ്ലെസ് ഇടുന്നതിൽ. ഇന്ന് കുട്ടികളെല്ലാം സ്ലീവ്ലെസ് ഇടുന്നുണ്ട്. എന്നെ റോൾ മോഡൽ ആരെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷേ റിപ്ലൈ ചെയ്യാതിരിക്കുക. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ കണ്ണടച്ച് പോയിക്കോളൂ. ആദ്യം ഡ്രൈവിങ് പഠിക്കുമ്പോൾ, ആദ്യം 2 വീലർ യൂസ് ചെയ്യുമ്പോൾ, ആദ്യമായിട്ടൊരു പെണ്ണ് പൈലറ്റ് ആയപ്പോൾ, ആദ്യമായിട്ടൊരു പെണ്ണ് യാച്ച് ഡ്രൈവ് ചെയ്തപ്പോൾ, ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളത്. അത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർ കേട്ടിട്ടുണ്ട്. അവർക്ക് അവരുടേതായ സ്ട്രഗിൾസ് ഉണ്ട്. അപ്പോൾ ഇതിനോടൊന്നും റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. നമുക്ക് നമ്മളുടേതായ ഗോളുണ്ട്. അതില്ലാത്തവർ, ഞാൻ റിപ്പീറ്റഡ്ലി സെയിങ്, ഒരു 21st നമ്മൾ അഡൽട്ടായിരിക്കുന്നു. ഇൻ ബിറ്റ്വീൻ 27 എങ്കിലും നമ്മളുടെ ഗോൾ നമ്മൾ നിശ്ചയിക്കണം. ആ ഗോളിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. റിപ്പീറ്റഡ് ആക്ഷൻസ്, റിപ്പീറ്റഡ് ഡിസിപ്ലിൻഡ് ആക്ഷൻസ്. ഞാൻ എന്നും വീഡിയോയ്ക്ക് വേണ്ടി സെർച്ച് ചെയ്യുകയോ പഠിക്കുകയോ എനിക്കറിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും, ഇതിപ്പം തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ഫിസിക്കൽ കോപ്പി എൻ്റെ കയ്യിലുണ്ട്, വായിച്ച ശേഷമാണ് ഞാൻ പറയുന്നത്. മൂവിയുടെ റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ മൂവി കാണാനൊരു സമയം ഞാൻ സ്പെസിഫിക്കലി മൈൻഡിൽ സെറ്റ് ചെയ്ത് അത് കണ്ട ശേഷം മാത്രമേ ചെയ്തുള്ളൂ. സോ നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യുക. അങ്ങനെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആക്ഷൻ, ഡിസയർ ഉണ്ടാവണം. ഉള്ളിൽ നിന്നൊരു ഡിസയർ വേണം, അതിന് ഡിസിപ്ലിൻഡ് ആക്ഷൻ വേണേ. അത് എനിക്ക് പറ്റുന്നത് എഴുതി വെച്ച ശേഷം. ഐപാഡിൽ കുത്തി വരച്ചാൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. ഞാൻ നോർമൽ പേന ഓർ പെൻസിൽ, എന്നെ അറിയാവുന്നവർക്കറിയാം, പേനയും പെൻസിലും ഒക്കെ വെച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എഴുതുന്ന വ്യക്തിയാണ്. എഴുതി തന്നെ ഞാൻ ഡിസൈർ ചെയ്യാറുണ്ട്, എഴുതി തന്നെ ഞാൻ എൻ്റെ ഗോൾ സെറ്റ് ചെയ്യാറുണ്ട്. ഞാൻ ചെയ്യുന്ന പോലെ എല്ലാവരും ചെയ്യണമെന്നല്ല, ബട്ട് സെറ്റ് യുവർ ഗോൾ. അടുത്ത വർഷം എന്തായിരിക്കണം, അടുത്ത വർഷം ഓഗസ്റ്റിൽ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ആരായിരിക്കണം, ഞാൻ ഇവിടെ ഇരിക്കണോ വേറൊരിടത്ത് ഇരിക്കണോ, ഇതിനെല്ലാം എൻ്റെ മനസ്സിലൊരു ഡിസൈർ ആൻഡ് ആക്ഷൻ്റെ പ്ലാൻ ഞാൻ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട്. അല്ലെ, മനസ്സിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന് വേണ്ടി ആക്ഷൻസ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് പനിയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അസുഖങ്ങൾ വരുമ്പോൾ ഒരു 5 days ഒക്കെ ബ്രേക്ക് എടുക്കുന്നത് നന്നായിരിക്കും. അന്നേരം ഈ പറയുന്ന ആക്ഷൻ്റെ പ്ലാൻ്റെ പുറകെ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു 30 days പ്ലാൻ ചിലപ്പോൾ പൊളിഞ്ഞു പോയേക്കാം. എന്താണ് വിഷ്, എന്താണ് ഡിസയർ? വിഷ്, എനിക്ക് പണം വേണം, എനിക്ക് ഇന്ന ജില്ലയിൽ ഇന്ന ലെയിനിലായിട്ട് എനിക്കൊരു വീട് വേണം, എനിക്ക് എബ്രോഡ് എവിടെയെങ്കിലും പ്രോപ്പർട്ടി വേണം, എനിക്ക് സ്വന്തമായിട്ട് എന്തായാലും ചിന്തിച്ച പോലെ നമുക്ക് ചിന്തിക്കാം, ഫ്ലൈറ്റ് വേണം, ഇതെല്ലാം നമുക്ക് ചിന്തിക്കാം. പക്ഷേ വേർ വി സ്റ്റാർട്ട് ഈസ് ഇതെല്ലാം വിഷസാണ്. എന്താണ് ഡിസയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സെറ്റ് ചെയ്തു, ഐ നീഡ് ദിസ്, ഐ നീഡ് ടു ബി സക്സസ്ഫുൾ ഇൻ മൈ ബിസിനസ്, ഐ നീഡ് ടു ബി സക്സസ്ഫുൾ ഇൻ മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതിന് ഞാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ എൻ്റെ ആദ്യ വീഡിയോസ് എടുത്ത് കണ്ടാലറിയാം, ഞാൻ ഒരു നോർമൽ ഫോണിൽ, ഐഫോണിൽ പോലുമല്ല, നോർമൽ ഫോണിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഐ നീഡ് ടു സ്റ്റാർട്ട് ഇറ്റ്. സ്റ്റാർട്ട് ചെയ്തു. നോർമൽ ഫോണിൽ പോരാ, ഐഫോണിൽ വേണം, ക്യാമറയിൽ വേണം, നല്ല എഡിറ്റിംഗ് വേണം, സംസാരിക്കാൻ എനിക്കിങ്ങനെയുള്ള കണ്ടൻസ് പോരാ. എൻ്റെ നോളജിൽ കുറേ കണ്ടൻസ് ഉണ്ട്, അതെനിക്ക് ക്യാമറയുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഒരുപാട് വട്ടം കണ്ണാടിയുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തു. ഞാൻ റോ വീഡിയോസ് എടുത്തിട്ട് എനിക്കറിയാവുന്ന എഡിറ്റിംഗ് പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അയച്ചു കൊടുത്തു. അവരിൽ നിന്നും കിട്ടിയ ഡിഫറൻറ്റ് അഭിപ്രായങ്ങളെ ഞാൻ ബഹുമാനിച്ചു. അതുപോലെ നിരുത്സാഹപ്പെടുത്തിയ അഭിപ്രായം, ഇപ്പം
4 അഭിപ്രായം, ഇനി 20 പേരോട് ഞാൻ ഒപ്പീനിയൻ എടുത്തെങ്കിൽ 4 അഭിപ്രായം പോസിറ്റീവും 16 പേരും എന്നെ നിരുത്സാഹപ്പെടുത്തിയത് കേട്ടോണ്ട് ഞാൻ നിരുത്സാഹപ്പെട്ടായിരുന്നുവെങ്കിലോ? ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ഞാൻ ഒരു എവരിത്തിങ്, എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളൊരു ഡെഡ് ലൈൻ സെറ്റ് ചെയ്യണം. ഡെഡ് ലൈൻ വരേക്കും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ ഡെഡ് ലൈന് ശേഷവും ഇത് സക്സസ്ഫുൾ ആകുന്നില്ലെങ്കിൽ ഈ 16 പേര് പറഞ്ഞ കാര്യത്തിൽ കാര്യമുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ യു നീഡ് ടു തിങ്ക് ലൈക്ക് ദാറ്റ്. നെപ്പോളിയൻ ഹില്ല് പറഞ്ഞേക്കുന്നത് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഡിസയർ ഉണ്ടാവണം. വിഷ് പോരാ, ഞാൻ ഇതിലേക്ക് എത്തിപ്പെടാൻ എന്ത് ചെയ്യണം, അതാണ് ഡിസയർ. ആ മൈൻഡ് സെറ്റ് ഉണ്ടാവണം. ഞാൻ ഇന്ന് രാവിലെ വീഡിയോ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? രാവിലെ എഴുന്നേറ്റ് പഠിച്ചു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റില്ല. ഈ ബുക്ക് 1-2 ദിവസം കൊണ്ട് ഞാൻ വായിച്ചിട്ട് കാര്യമില്ല, ഉണ്ടോ? 1-2 ദിവസം കൊണ്ട് ഞാൻ ഈ ബുക്ക് വായിച്ച് തീരാൻ പറ്റുമോ? എസ്പെഷ്യലി ഞാനിത് പെൻസിലും പേനയൊക്കെ വെച്ച് നോട്ട് ചെയ്ത് ഒക്കെ തന്നെയാണ് ഇത് വായിച്ച് തീർത്തത്. ഞാനൊരു റെഫറൻസ് ബുക്ക് പോലെയാണ് ഇത് കരുതുന്നത്. അപ്പോൾ ഇത് ഇക്കിഗായിയൊക്കെ ഒരുപാട് ബുക്സ് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇക്കിഗായിയൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ബുക്സാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഗോ ത്രൂ എന്ത് ചെയ്താലും എനിക്ക് എൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാമെന്നുള്ളത് 1, 2, 3 എന്ന് നിങ്ങൾ നമ്പർ ഇട്ട് തന്നെ നോട്ട് ചെയ്യാം. നെപ്പോളിയൻ ഹില്ല് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസയർ ഉണ്ടാവുക, അതിനുവേണ്ടി പ്ലാൻഡ് ആക്ഷൻസ്, ഡിസിപ്ലിൻഡ് ആക്ഷൻസ് ചെയ്യുക. ഗോൾ മസ്റ്റ് ബി സ്പെസിഫിക്. എനിക്ക് അടുത്ത വർഷം ഈ സമയത്ത് ഇവിടെ ഒരു 2 സ്റ്റോർഡ് ബിൽഡിങ്ങും എൻ്റെ പോർച്ചിൽ ബെൻസ് കാറും ആയിരിക്കണം. എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ഡിസൈർ ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെയല്ല. 1, 2, 3, 4 ഞാൻ വർക്കിംഗ് ആണ്. എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ സ്വന്തമായ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് എന്തൊക്കെയാണ് എൻ്റെ വരുമാനം, ഇതിന് ഇത്രയൊക്കെ വരുമാനം വെച്ചാൽ മാത്രമേ അടുത്ത ഓഗസ്റ്റിൽ ഇത്രയൊക്കെ വരുമാനം ആവത്തുള്ളൂ. അതിന് ഇത്രയൊക്കെ EMI ഇടണം. അതായത് ഡിസയർ മസ്റ്റ് ബി സ്പെസിഫിക്. മനസ്സിലായോ? എൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുത്തിയിട്ട് എനിക്ക് കുറച്ച് കാശുണ്ടാക്കുക, എൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുത്തിയിട്ട് എൻ്റെ അച്ഛൻ്റെ പേര് നിലനിർത്താതെ എനിക്ക് കുറച്ച് വെൽത്ത് ഉണ്ടാക്കുക, ഇതല്ല എൻ്റെ ലക്ഷ്യം. അല്ലേ? ബി എ പ്രൗഡഡ് ഡോട്ടർ. അതും ലക്ഷ്യത്തിൻ്റെ എന്നെ സംബന്ധിച്ചോളം ലക്ഷ്യത്തിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. അപ്പോൾ എന്താ പറയുന്നത്, അങ്ങനെ ഓരോ കാര്യങ്ങളും എഴുതി വെച്ച് തന്നെ ചെയ്യുന്ന സമയത്ത് അത് ഞാൻ എഴുതുന്നു, നിങ്ങൾക്ക് ഐപാഡിലോ നോട്ട് പാഡിലോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങനെ ചെയ്യുക. അതിൽ റൈറ്റ് ചെയ്ത് തന്നെ പോവുക. ഓരോന്നും സ്പെസിഫിക് ഡിസയർ ആയിരിക്കണം. അതായത് 10,000 സബ്സ്ക്രൈബേഴ്സ് വേണം. 500, 750, 1000, 2000, 5000, 7,500 കഴിഞ്ഞിട്ടാണ് ഈ 10,000 എന്ന് പറയുന്ന ഡിജിറ്റ് വരുന്നത്. അപ്പോൾ അല്ലേ? അതെ. അപ്പോൾ അതിൽ തന്നെ അങ്ങനെ തന്നെ ചെയ്യുക. ബി സ്പെസിഫിക്. ഡെഡ് ലൈൻ ഫിക്സ് ചെയ്യുക. ഇപ്പം ഞാൻ ഈ ആഴ്ച സെറ്റ് ചെയ്ത ഒരു ഡെഡ് ലൈനും എനിക്ക് ബീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് പനിയാണ്. ശരീരത്തെ ബഹുമാനിക്കുക. കുറച്ച് തണുത്ത വെള്ളം കുടിച്ചു, ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തപ്പോൾ എൻ്റെ ബോഡി റിയാക്ട് ചെയ്തിട്ടുള്ളൂ. താങ്ക് യു. നെക്സ്റ്റ് ഈസ് നെപ്പോളിയൻ ഹില്ല് പറയുന്ന വലിയൊരു വേർഡാണ് ബിലീഫ്. ഉണ്ടോ? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു, ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ട്. എനിക്ക് വിശ്വാസമുണ്ട്. ദൈവത്തിൽ വിശ്വാസമുണ്ട്. ഞാൻ എന്നിലാണ് ദൈവത്തെ കാണുന്നത്. നമ്മൾ പറയുമല്ലോ ദൈവം ശരീരത്ത് കയറി അല്ലെങ്കിൽ ദൈവത്തെ, അതൊക്കെ നമ്മളുടെ തോട്ടാണ് ശരിക്കും. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, ഇത് എന്നെക്കൊണ്ട് ദൈവം ചെയ്യിക്കണം, എനിക്ക് ദേവി കയറിയപ്പോൾ തോന്നിയതാണെന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെ നമ്മുടെ ഒരു ഫെയ്ത്താണ്, ഭയങ്കരമായ വിശ്വാസമാണ്. അപ്പം ദൈവം ഉണ്ട് ഇല്ല എന്നുള്ളത് ഇപ്പോഴും കോൺട്രവേഴ്സീസ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അടുത്ത വർഷം ഈ സമയം എങ്ങനെ ഉണ്ടായിരിക്കും, എന്നെ സംബന്ധിച്ചുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. എൻ്റെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും വെളിയിൽ നിന്നൊരു ലൈഫ് സ്റ്റൈൽ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇന്ന സമയത്തേക്ക് എനിക്ക് പറ്റും എന്ന് ഞാൻ വ്യക്തമായിട്ട് ഡിസൈർ ചെയ്തിട്ടുണ്ട്. അടുത്ത ഒരാഴ്ച ഞാൻ ലീവ് എടുക്കും. ഈ ആഴ്ച കൂടെ എനിക്ക് വർക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ഒരാഴ്ച ഞാൻ റെസ്റ്റ് എടുക്കുമെന്നും ആ സമയത്ത് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്നും എൻ്റെ മൈൻഡും ബോഡിയും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനടുത്ത ആഴ്ച വീണ്ടും ഐ വിൽ ബി എൻഗേജ്ഡ് ഇൻ വർക്ക് ആൻഡ് ദിസ് മച്ച് എന്നുള്ള വ്യക്തമായ പ്ലാൻ ഉണ്ടാവണം, ഫെയ്ത്ത് ഉണ്ടാവണം. എനിക്ക് ആ ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച ലീവ് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നോ പ്രോബ്ലം. എനിക്കതിൽ വിശ്വാസമുണ്ട്. എൻ്റെ ആദ്യം നിങ്ങൾ വിശ്വസിക്കുക.
നിങ്ങൾ വിശ്വസിക്കുക. മാനിഫെസ്റ്റ് ചെയ്യുന്നത് തെറ്റാന്ന് പറയുന്നത്, മാനിഫെസ്റ്റ് ചെയ്തിട്ടൊന്നും നടന്നില്ല എന്ന്. അങ്ങനെയല്ല. ഡെഡ് ലൈൻ ഫിക്സ് ചെയ്യുക. ഡെഡ് ലൈൻ ഫിക്സ് ചെയ്ത ശേഷം ചിന്തിക്കുക നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നുള്ളത്. ദാറ്റ്സ് വാട്ട്സ് ആക്ച്വലി ഫെയ്ത്ത്. ബിലീഫ് ഉണ്ടാവുക. ഞാൻ കോടീശ്വരനാവും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഞാനൊരു 2 സ്റ്റോറി ബിൽഡിങ് ഞാൻ നോക്കി വെച്ചിരിക്കുന്ന അതേ സ്ഥലത്ത് ഞാൻ വാങ്ങിക്കും. അതിൻ്റെ പോർച്ചിൽ കിടക്കുന്ന ബെൻസ് കാറായിരിക്കും എന്ന് ഞാൻ ഡിസൈർ ചെയ്തായിട്ട് മാത്രം കാര്യമില്ല. ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റ് ഇത് തന്നെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല. ഫെയ്ത്ത് ഉണ്ടാവുക, അയ്യോ ഞാൻ വിശ്വസിച്ചു അല്ല. ഞാൻ അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ആക്ഷൻ എന്തുവാന്നുള്ളതാണ്. ഓഗസ്റ്റ് മാസത്തിലെ എൻ്റെ ആക്ഷൻ എന്താണ്, സെപ്റ്റംബർ മാസത്തിലെ എൻ്റെ ആക്ഷൻ എന്താണ്, അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എൻ്റെ കയ്യിലുള്ള മണി എന്താണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഓഗസ്റ്റിൽ എൻ്റെ കയ്യിലുള്ള മണി എന്താണ്. അങ്ങനെയായിരിക്കണം. വെറുതെ ഞാൻ ഇവിടെ നിന്ന് വിശ്വസിച്ചു ഞാൻ അടുത്ത വർഷം ഇത്രയും കോടിയുടെ ആസ്തി എനിക്കുണ്ട്. നോ, നെവർ. ഓട്ടോ സജഷൻ. ചില വീട്ടിൽ ചില സ്ത്രീകളുണ്ട്, രാവിലെ തൊട്ട് വൈകുന്നവരെ ഇരുന്നിട്ട് ഹസ്ബൻഡിനെയും മക്കളെയും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ ജീവിതം വീട്ടിൽ പെട്ടുപോയത് ഇതുകൊണ്ടാണ്. ഈ മക്കൾക്കും ഈ ഹസ്ബൻഡിനും ഒരു എഴുന്നേറ്റവും ഉണ്ടാവത്തില്ല. എഴുന്നേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും അവർ നെക്സ്റ്റ് ലെവലിലേക്ക് ഒരിക്കലും അപ്ഗ്രേഡ് ചെയ്യത്തില്ല. അതിൽ എൻ്റെ വീട്ടിൽ തന്നെ എക്സാമ്പിൾസ് ഉണ്ട്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ എന്ത് പറയുന്നോ അതായി തീരും നമ്മൾ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇരുന്നിട്ട് പറയുകയാണ് എനിക്ക് ജോലിക്ക് പോകണം. അങ്ങനെ ഞാൻ പറയുന്നതെല്ലാം എൻ്റെ ഇന്നത്തെയും നാളത്തെയും കാര്യമാണ്. ഇന്നലത്തെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഈ കാര്യം നമ്മളെ ഒരു രീതിയിൽ അഫക്റ്റ് ചെയ്യാനും പോകുന്നില്ല. ആം ഐ റൈറ്റ്? അപ്പോൾ നമ്മൾ ഓട്ടോ സജഷൻ, നമ്മൾ സ്ഥിരമായിട്ടൊരു ഞാൻ രാവിലെ എഴുന്നേൽക്കുക ഒരു ഫിക്സഡ് സമയത്ത് ഞാൻ എന്നോട് തന്നെ അവിടെ എൻ്റെ ആ ഡിസയർ ഞാനിങ്ങനെ കാണുന്നു. ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് എനിക്ക് വരുമാനം വരുന്നു. എനിക്കിപ്പോൾ ഉള്ളത് വളരെ ലിമിറ്റഡ് സ്റ്റാഫ്സാണ്. അപ്പോൾ അതിൽ നിന്നും വലിയൊരു സ്റ്റാഫിനെ അവരെ മാനേജ് ചെയ്യാനായിട്ട് ഞാൻ ഇപ്പോൾ റൈറ്റ് നോ ഉള്ള മാനേജർക്ക് വലിയ പണിയൊന്നുമില്ല. അപ്പോൾ മാനേജ്മെൻറ്റ് HR കൂടെ ഒരാളാണെന്ന് നോക്കുന്നത്. അപ്പോൾ 2 സ്റ്റാഫ്സിനെ നിർത്തിയിട്ട് ഞാൻ മാനേജ് ചെയ്യുന്നു. അപ്പോൾ ഞാനിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണിത്. ഡെയിലി സ്വപ്നം കണ്ട് കഴിയുമ്പോൾ ഓട്ടോ സജഷൻസ് ഉണ്ടാവും. ഓട്ടോ സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് പറയണം എന്നോട് തന്നെ. കണ്ണാടി നോക്കിയല്ലേ ഞാൻ എന്നോട് തന്നെ പറയണം ഇതാണ് നിൻ്റെ നെക്സ്റ്റ് മന്തിൽ ഇതാണ് സംഭവിക്കുന്നത്, നെക്സ്റ്റ് ഇയർ നിൻ്റെ ലൈഫിൽ ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇത് ഓട്ടോ സജഷനായിട്ട് എൻ്റെ ബ്രെയിൻ പറയുവാണ്, നെക്സ്റ്റ് ഇയറിൽ നിനക്ക് 40-40 എംപ്ലോയീസൊക്കെ ഉണ്ടായിരിക്കും, നീ ഇങ്ങനെ ഇരുന്നാൽ മതിയോ, നീ എഴുന്നേറ്റ് അത് ചെയ്യ്, നീ എഴുന്നേറ്റ് ഇത് ചെയ്യ് എന്ന് എൻ്റെ ബ്രെയിൻ എന്നോട് പറയാൻ തുടങ്ങും. എൻ്റെ ചിന്തകളിലേക്ക് അത് വരാൻ തുടങ്ങും. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഓട്ടോ സജഷൻ. അപ്പോൾ എപ്പോഴും പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നാക്കുകൊണ്ടും വാ കൊണ്ടും പറയുക. നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബോഡി കേൾക്കുന്നുണ്ട്. അയ്യോ എനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ബോഡി മനസ്സിലാക്കും ഞാനൊരു രോഗിയാണെന്നുള്ളത്. എത്ര രോഗ അവസ്ഥയിലും പറയാം ഞാനിത് റിക്കവർ ചെയ്ത് അടുത്ത ദിവസം ഇന്നത് ചെയ്യുമെന്ന്. ഇപ്പോൾ ബ്രെയിൻ കേൾക്കുകയാണ് ഇന്നത് ചെയ്യണം, ബോഡി എങ്ങനെ ഇട്ടിരുന്നാൽ പോരാ, എഴുന്നേറ്റ് നടക്കുക, എഴുന്നേറ്റ് അത് ചെയ്യുന്നേറ്റ് ഇത് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഓട്ടോ സജഷൻ. ഞാൻ പറഞ്ഞതല്ല, ഇത് നെപ്പോളിയൻ ഹില്ല് പറഞ്ഞതാണ്. സ്പെഷ്യലൈസ്ഡ് നോളജ്. അദ്ദേഹം പറയുന്ന അടുത്ത കാര്യം സ്പെഷ്യലൈസ്ഡ് നോളജ് ഉണ്ടായിരിക്കണം. ഡിസയർ, ഫെയ്ത്ത്, ഓട്ടോ സജഷൻ പോലെ തന്നെ നെക്സ്റ്റ് ഈസ് സ്പെഷ്യലൈസ്ഡ് നോളജ്. അതായത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. അത് വളരാനായിട്ട് ഞാൻ അവിടെ കുത്തിയിരുന്ന കുറച്ച് വീഡിയോ എടുത്തിട്ട് റോ ആയിട്ട് പോസ്റ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെയല്ല. SEO എന്താണ്, തംബ്നെയിൽ എന്താണ്, എഡിറ്റിംഗ് എങ്ങനെയാണ്, എഡിറ്റർക്ക് എത്ര ഫണ്ട് കൊടുക്കണം, ആ ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എത്ര നാളുകൊണ്ട് എനിക്കത് എന്താ പറയുന്നത് എനിക്കത് ഏൺ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ വർക്കിംഗ് കണ്ടീഷനിൽ നിന്ന് എടുത്ത് ബിസിനസ്സിലേക്കും യൂട്യൂബിലേക്കും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വർക്കിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമേ ഉള്ളൂ, വീട്ടിൽ നിന്ന് ആരും ഹെൽപ്പ് ചെയ്യുക അങ്ങനെ ഉള്ളൊരു സിറ്റുവേഷനിലല്ല. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഞാൻ ബിസിനസ്സിലും എൻ്റെ ഇത് യൂട്യൂബ് ചാനലിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാളുകൊണ്ട് ഈ ബിസിനസ് ഒരു ഇൻഡിപെൻഡൻറ്റ് ഏണിംഗ് സെൻറ്ററായിട്ട് മാറും, എത്ര നാളുകൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ഒരു ഏണിംഗ് സെൻറ്ററായിട്ട് മാറും. ഇതിനെപ്പറ്റി സ്പെഷ്യലൈസ്ഡ് നോളജ് ഉണ്ടായിട്ടാണോ ഞാൻ തുടങ്ങിയത്, ഞാൻ തുടങ്ങിയ ബിസിനസ് ഇന്നത് വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാനൊരു ദിവസം നിങ്ങളോട് പറയാം. അപ്പോൾ ഈ ബിസിനസ്സിൽ എനിക്ക് വ്യക്തമായ നോളജ്, അവിടുത്തെ അക്കൗണ്ടൻറ്റ് എന്താ ചെയ്യുന്നത്, അവിടുത്തെ എംപ്ലോയീസ് എന്താ ചെയ്യുന്നത്, മാനേജർ എന്താ ചെയ്യുന്നത് എന്ന് വ്യക്തമായ ധാരണ, ആ സ്പെഷ്യലൈസ്ഡ് നോളജ്. അതെ, എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ ചെയ്തത്. ഐ ഹാവ് സ്പെഷ്യലൈസ്ഡ് ഓൺ യൂട്യൂബ്. തുടങ്ങുമ്പോൾ എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നപ്പോൾ ഞാൻ പോയി വീഡിയോ എഡിറ്റിങ് ഞാൻ അതിനെപ്പറ്റി സെർച്ച് ചെയ്തു. യൂട്യൂബ് ചാനൽസ് ഉള്ള എൻ്റെ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചു. അവരൊക്കെ എന്നെ മിസ്ലീഡ് ചെയ്തു. അവിടെ അങ്ങനെ ഒരു പോയിൻ്റ് ഉണ്ട്. എൻ്റെ 1-2 സക്സസ്ഫുൾ യൂട്യൂബ് ചാനലുള്ള ഫ്രണ്ട്സ് എന്നെ
മിസ്ലീഡ് ചെയ്തു. അവരെനിക്ക് നല്ലതൊന്നും പറഞ്ഞു തന്നില്ല. ആര്യ ചെയ്യണ്ട, ഇറ്റ്സ് റിസ്കി ടാസ്ക് എന്ന് പറഞ്ഞ് എന്നെ നിരുത്സാഹപ്പെടുത്തി. പക്ഷേ നമുക്ക് കുറേ പേരെയൊക്കെ അറിയാമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ പരിചയപ്പെടേണ്ട ആൾക്കാരാണ്. എല്ലാവർക്കും നമ്മുടെ നല്ലതൊന്നുമല്ല ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാനത് സെൽഫ് മെയ്ഡായിട്ട് പഠിച്ചിന് എന്നെ പഠിപ്പിച്ച് തരാം അല്ലെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞവരുടെ അടുത്തു നിന്നും ഞാൻ ഇൻഫർമേഷൻസ് മേടിച്ചു. SEO ചെയ്യണം, തംബ്നെയിൽ ചെയ്യണം, കീവേഡ്സ് ചെയ്യണം, പിന്നെ അനലിറ്റിക്സ് ഉണ്ട്. അനലിറ്റിക്സിലൂടെ നിങ്ങൾ എന്നും ട്രാവൽ ചെയ്യണം. അതായത് എപ്പോഴും അതിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ടെൻസ്ഡായി പോകും. അതുപോലെ നമ്മൾ ഭയങ്കര ടെൻസ്ഡായി പോയി, റേറ്റിംഗ് ഒക്കെ താഴെ പോയാൽ. അപ്പോൾ ഒരു സ്പെസിഫിക് ടൈം പീരീഡിൽ മാത്രം അത് ചെക്ക് ചെയ്യുക. ഇനി എവിടെയെങ്കിലും നിനക്ക് മിസ്റ്റേക്ക് പറ്റിയെങ്കിൽ ഡെഫിനറ്റ്ലി നെക്സ്റ്റ് അതിന് മുൻപ് ഉണ്ടായിരുന്ന വീഡിയോസിലൂടെ പോവുക. നിനക്ക് എന്താണ് മിസ്റ്റേക്ക് പറ്റിയത് എന്ന് ചോദിക്കുക. അങ്ങനെ 1-2 ഗുഡ് ക്രിറ്റിസൈസേഴ്സ് ആർ ദെയർ. ഒന്ന് I repeatedly say in every point of my journey, Mr. Sridhar Kesi is mentor for me actually. സെൽഫ് ഡൗട്ട് ചെയ്യുക, നീ ഒരു ഡെഡ് ലൈൻ ഫിക്സ് ചെയ്യുക, അവിടെ വരെ ശ്രമിക്കുക എന്ന് പറയാം. സ്പെഷ്യലൈസ്ഡ് നോളജ് എന്ന് പറയുന്നൊരു കാര്യം ഞാൻ അദ്ദേഹത്തെ കണ്ടാണ് പഠിച്ചത്. നെപ്പോളിയൻ ഹില്ലും അത് തന്നെയാണ് പറയുന്നത്. യു മസ്റ്റ് ഹാവ് സ്പെഷ്യലൈസ്ഡ് നോളജ്. ചെയ്യാൻ പോകുന്ന കാര്യത്തെപ്പറ്റി സ്പെഷ്യലൈസ്ഡ് നോളജ് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ പണിക്ക് ഇറങ്ങരുത്. എംപ്ലോയീസ് ചെയ്യും, അക്കൗണ്ടൻറ്റ് ചെയ്യും, മാനേജർ ചെയ്യും എന്ന് പറഞ്ഞ് ഇറങ്ങരുത്. നിങ്ങൾക്കതിനെപ്പറ്റി വ്യക്തമായ ബോധം ഉണ്ടായിരിക്കണം. യു മസ്റ്റ് ഹാവ് ദ CEO ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ CEO നിങ്ങളാണ്. ഡ്രീം പ്ലസ് എക്സിക്യൂഷൻ ഈക്വൽ ടു ക്രിയേഷൻ. ഡ്രീം പ്ലസ് എക്സിക്യൂഷൻ അല്ലേ. സ്വപ്നം കാണുക, ഇമാജിൻ ചെയ്യുക. എൻ്റെ വീട്ടിൽ ബെൻസ് കിടക്കുന്നതായിട്ട്, എൻ്റെ പോർച്ച് ബെൻസ് കിടക്കുന്നതായിട്ട് ഞാൻ ഓൾറെഡി ഡ്രീം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ പ്രായത്തിലുള്ള എല്ലാവരും അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് അതിൻ്റെ ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നു. പിന്നെ എവരി ടൈം ലൈൻ ഈസ് ഡിഫറെൻ്റ് അല്ലേ. പക്ഷേ അവർക്ക് സിംപ്ലി ഒരു കാറ് വാങ്ങുന്നതിന് മുന്നേ ഞാനൊരു നോർമൽ ഒരു പ്രീമിയം കാറ് വാങ്ങി എൻ്റെ പോർച്ചിൽ ഇട്ടിരുന്നു. അങ്ങനെ അവിടുത്തെ ഞാൻ സമാധാനിക്കും. കുറച്ച് സമാധാനം കൂടെ വേണമല്ലോ. ഇവരൊക്കെ ഇൻഡിപെൻഡൻ്റ് ആവുന്നതിന് മുന്നേ 25-ന് മുന്നേ ഞാൻ കാർ വാങ്ങി എൻ്റെ പോർച്ചിലിട്ടിരുന്നു. ബട്ട് ഞാൻ പ്ലാൻ ചെയ്ത പ്ലാനിങ് എവിടേക്കോ പാളിപ്പോയി. നോ പ്രോബ്ലം. ആ ഒരു സ്പെഷ്യലൈസ്ഡ് നോളജ് എനിക്കില്ലായിരുന്നു, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എനിക്കില്ലായിരുന്നു. അതാണ് പറയുന്നത്, ആദ്യം ഡ്രീം ചെയ്യാം, ഇന്നതായിരിക്കണം എന്ന് അതിന് ഡെഡ് ലൈൻ വയ്ക്കുക. ദെൻ എക്സിക്യൂട്ട് ഇറ്റ്. എക്സിക്യൂഷൻ പ്ലാൻ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഓഗസ്റ്റിൽ ഇനിയിപ്പം ബോഡി റെസ്റ്റ് മാത്രമേ നടക്കത്തുള്ളൂ. അതിനുശേഷം അത് കഴിയുമ്പോൾ സെപ്റ്റംബറിൽ എന്താണ്, ഇനി എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് യൂട്യൂബ് റിലേറ്റഡായിട്ട് പഠിക്കാനുണ്ട്, ബിസിനസ് റിലേറ്റഡായിട്ട് അക്കൗണ്ട്സ് കംപ്ലീറ്റ്ലി, അക്കൗണ്ടൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി മാനേജ് ചെയ്യാൻ എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്ന ജോലിയിൽ ഓൾമോസ്റ്റ് ഓക്കെയാണ്. പക്ഷേ ഞാൻ എന്നും ഇങ്ങനെ പോയാൽ പോരാല്ലോ. പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എന്തൊക്കെ പഠിക്കണം, സെപ്റ്റംബറിൽ എന്തൊക്കെ വേണം, ഒക്ടോബറിൽ എന്തൊക്കെ വേണമെന്ന്. up to November I have the plan for my work, my business, my YouTube channel actually. അപ്പോൾ ഒരു എക്സിക്യൂഷൻ പ്ലാൻ ഐ ഓൾറെഡി ഹാവ്. പറയുന്നത് ശാരീരിക ബുദ്ധിമുട്ടുകൾ മാത്രമാണ് അതിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ എവരിവൺ ഹാവ് ദ എക്സിക്യൂഷൻ പ്ലാൻ. ട്രൈ ഫോർ ദാറ്റ്. ഇനി നിങ്ങൾക്ക് ഒരു നെവർ എൻഡിങ് ഹെസിറ്റേഷൻ ഉണ്ടോ? അതായത് അത് ചെയ്യണോ, അത് ചെയ്താൽ ശരിയാവുമോ, നാട്ടുകാരെന്ത് പറയും, നാട്ടുകാർ ഇന്ന് നിങ്ങളുടെ കാര്യം പറയും, നാളെ അവർക്ക് വേറെ പുതിയ കാര്യം പറയാനുണ്ട്, ഇന്ന് നിങ്ങളുടെ കാര്യമൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. നാട്ടുകാർക്ക് എൻഗേജ്മെൻ്റ് ഒന്നുമില്ല, നാട്ടുകാരങ്ങനെ ശബ്ദമൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ എന്താ പറയുന്നത്, നീ പരാജയപ്പെട്ടാൽ നീ മാത്രമേ പരാജയപ്പെടുന്നുള്ളൂ. അല്ല, നിന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന വീട്ടുകാർ അവർ പോലും അല്ലേ. നമ്മൾ പേരൻസിൻ്റെ ആബ്സെൻസിൽ നമ്മൾ വളരുന്നില്ലേ, നമ്മളുടെ ആബ്സെൻസിൽ നമ്മുടെ കുട്ടികൾ വളരില്ല എന്ന് തോന്നുന്നുണ്ടോ? എല്ലാം ഉണ്ട്, എല്ലാവരും. അപ്പോൾ നീ പരാജയപ്പെട്ടാൽ, അങ്ങനെയുള്ള സെൽഫ് ഡൗട്ട്, ഭയങ്കര ഡൗട്ടഡ് പേഴ്സൺ ആയിരുന്നു ഞാൻ. അപ്പോൾ സെൽഫ് ഡൗട്ട് മാറ്റി വെച്ച ശേഷം സഹിക്കാൻ എന്ന് ചിന്തിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന്, ഞാൻ പറയുന്ന പോലെ ഒരു ഓട്ടോ സജഷൻ മൈൻഡിൽ കൊടുത്ത് സെൽഫ് ഡൗട്ട് മാറ്റി വയ്ക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന സ്പെഷ്യലൈസ്ഡ് നോളജ് ഉള്ള കാര്യം എന്താണോ അത്. പെർസിസ്റ്റൻസ്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓഗസ്റ്റ് വലിയ പ്ലാനൊക്കെ ചെയ്തു. പക്ഷേ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്ന് അടുത്ത ഒരാഴ്ച ഞാൻ വീട്ടിലിരിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷേ അത് നെക്സ്റ്റ് തിങ് ഈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാലും നമുക്ക് മൂവ് ഓൺ ആവണമല്ലോ. അപ്പോൾ ഇടയ്ക്ക് ബ്രേക്സ്, ആരോഗ്യ പ്രശ്നങ്ങളോ മാനസിക പ്രശ്നങ്ങളോ, ഇത് ഈ ശരീരത്തിനുണ്ടാകുന്ന പ്രശ്നത്തെക്കാട്ടി വലിയ പ്രശ്നമൊന്നുമല്ല മാനസിക പ്രശ്നം. ശരീര പ്രശ്നങ്ങളോ
മാനസിക പ്രശ്നങ്ങളോ ഇനി വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് പറയുന്ന പോലെ എല്ലാവരും നമ്മുടെ കാര്യത്തിൽ ഇടപെടുക, ഫാമിലി സപ്പോർട്ട് ഇല്ലായിരിക്കും, ഇങ്ങനെയൊക്കെ കുറേ ഇഷ്യൂസ്, ഫാമിലിയിൽ നിന്ന് മാത്രമല്ല നമ്മൾ കുറേ സ്ട്രഗിൾസ് ഒക്കെ ചെയ്യണമല്ലോ. ഇപ്പം ഗവൺമെൻറ് പോളിസീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അപ്രൂവൽ കിട്ടാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നമ്മൾ എന്തോ ചെയ്താൽ പെർസിസ്റ്റൻസ് ഉണ്ടാവുക. പെർസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. ഈ ആഴ്ച ഞാൻ ലീവ് എടുക്കും, ഈ ആഴ്ച ഞാൻ റെസ്റ്റ് എടുക്കും, അടുത്ത ആഴ്ച ബട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യും, വീണ്ടും ഞാൻ എന്നോട് തന്നെ പറയാൻ അടുത്ത ആഴ്ച ഞാൻ കണ്ടിന്യൂ ചെയ്യും, പറ്റും. മനസ്സിലായി? ഞാനിപ്പോൾ ഒക്ടോബർ വരെയുള്ള പ്ലാനാന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ ആഴ്ച ഞാൻ ഒരാഴ്ച വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ എൻ്റെ പ്ലാൻ എഗെയിൻ ഗോ ടു നവംബർ. അങ്ങനെ ഒരു സാവകാശം മനസ്സിനും ശരീരത്തിനും കൊടുക്കണം, ഇല്ല ശരീരം ഓടിയെത്തത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഈ ബുക്കിലൂടെ നെപ്പോളിയൻ ഹില്ലും പറയുന്നുണ്ട്, ടെമ്പററി ഫെയില്യൂർ ഈസ് നോട്ട് യുവർ ഫെയില്യൂർ. ടെമ്പററി ആയിട്ട് ഞാൻ ഈ ആഴ്ച പരാജയപ്പെട്ടു, അത് ഹെൽത്ത് ഇഷ്യൂ, ബോഡി റിയാക്ട് ചെയ്തു, ഇതിൻ്റെ എല്ലാം പിന്നിൽ ഓടിയപ്പോൾ. ജിമ്മിൽ പോയി അക്ഷീണ പരിശ്രമം നടത്തി, കാരണം ഈ ഡബിൾ ചിന്നൊക്കെ വരാൻ തുടങ്ങി. ഈ ഡബിൾ ചിന്നൊക്കെ ഒന്ന് വലിച്ചു കയറ്റാൻ ഞാൻ ശ്രമിച്ചു. ഇവിടെ കുറച്ച് എക്സ്ട്രാ ഫാറ്റ് ഉണ്ട്, അതൊന്ന് വലിച്ചു കയറ്റാൻ ഞാൻ ശ്രമിച്ചു. അപ്പോൾ ബോഡി എന്നോട് പറഞ്ഞാൽ അരി ഇതെല്ലാം കൂടെ ഒരു നടക്കാൻ എനിക്ക് പറ്റില്ല, അരി കുറച്ചൊന്ന് സമയമെടുത്തൊക്കെ ഇതൊക്കെ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞൊരു റിയാക്ഷനാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു 1 വീക്ക്. നല്ല പനിയുണ്ട്. അപ്പോൾ ടെമ്പററി ഞാൻ പരാജയപ്പെട്ടു, ഈ മാസം ചെയ്ത് തീർക്കേണ്ട കുറച്ച് കാര്യങ്ങൾക്ക്. അതിൻ്റെ അർത്ഥം ഞാൻ പരാജയപ്പെട്ടു എന്നല്ല, പരാജയപ്പെടാൻ ഞാൻ റെഡിയുമല്ല. ഇനി ഒരു മാസ്റ്റർ മൈൻഡ് സെറ്റ് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ലോജിക്കലി കറക്റ്റാണെന്ന് തോന്നുന്നതെന്ന് എനിക്കറിയത്തില്ല. മാസ്റ്റർ മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുക. ഞാൻ ഉദ്ദേശിക്കുന്ന ഫീൽഡിൽ ഞാൻ സക്സസ്ഫുൾ ആവണമെങ്കിൽ എന്നേക്കാൾ മാസ്റ്ററായിട്ടുള്ള 1 or 2 പേര് എനിക്കുണ്ടായിരിക്കണം. മനസ്സിലായോ? എന്നേക്കാൾ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത 1 or 2 പേരുമായിട്ട് ഞാൻ കണക്ട് ചെയ്യണം. അത് എൻ്റർപ്രനേഴ്സ് ആയിക്കോട്ടെ, മെൻറ്റേഴ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനെയും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ജീവിതത്തിൽ ഇത് പരാജയപ്പെട്ടവൻ്റേത് കൂടിയാണ് ഈ ലോകം. അപ്പോൾ പരാജയപ്പെട്ടവരുണ്ടായിരിക്കാം, സക്സസ്ഫുൾ ആയവരുണ്ടായിരിക്കാം, എല്ലാവരോടും കണക്റ്റഡ് ആയിരിക്കുക. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീൽഡിൽ വിജയിച്ച 2 ഫ്രണ്ട്സ് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങളൊരു വിജയിയാവുള്ളൂ. ഇത് എത്ര പേര് എന്നെ ക്രിട്ടിസൈസ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ സത്യം അതാണ്. സബ് കോൺഷ്യസ് മൈൻഡ് സ്ഥിരമായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുകയും സ്ഥിരമായിട്ട് നിങ്ങൾ മനസ്സിനോട് തന്നെ സംസാരിച്ചുകൊണ്ട് ആര് ഇതാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ മനസ്സ് സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളോട് രാവിലെ പറയാം അരി എഴുന്നേക്ക് ഇങ്ങനെ കിടന്നാൽ പറ്റത്തില്ല, നിനക്ക് വീഡിയോ ചെയ്യണം, ജിമ്മിൽ പോകണം, ജോബുണ്ട്, അത് കഴിഞ്ഞിട്ട് വൈകിട്ട് വരുന്ന വഴിക്ക് യു ഹാവ് ദ ബിസിനസ്, യു നീഡ് ടു അക്കൗണ്ട്സ് ഒക്കെ ചെക്ക് ചെയ്യണം. സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളോട് സംസാരിക്കുന്ന രീതിയിൽ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ സെറ്റ് ചെയ്യാം. ഇനി ഒരു കാര്യം ഞാൻ പറയാം, ഇതൊരു മോട്ടിവേഷണൽ ഫിലോസഫിയാണ് ഞാനിപ്പോൾ പറഞ്ഞതല്ല, ഒരു സയൻറ്റിഫിക് എവിഡൻസിൻ്റെ പുറത്തല്ല. നിങ്ങൾ ഇമാജിൻ ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടും. എവിടെയാണോ നിങ്ങൾക്ക് തെറ്റിയെന്ന് തോന്നിയ ഡെഡ് ലൈൻ എത്തുമ്പോൾ, ഞാൻ എല്ലാത്തിനും ഡെഡ് ലൈൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ആ ഡെഡ് ലൈനിൽ എത്തുമ്പോൾ ഞാനിത് അച്ചീവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് പിന്മാറുക. മനസ്സിലായോ? 16 പേരും എന്നെ നിരുത്സാഹപ്പെടുത്തിയ സ്ഥിതിക്ക് ആ 4 പേരെ ഞാൻ ട്രസ്റ്റ് ചെയ്തു, വിശ്വസിച്ചു. എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്ന 4 പേരെ, ഒരു IT ഫേം, ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി, അങ്ങനെ കുറച്ച് അധികം ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ സപ്പോർട്ട് ചെയ്തവരെ ഞാൻ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 16 പേരും പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ പിന്മാറിയില്ല. പക്ഷേ അപ് ടു ഡെഡ് ലൈൻ അത് മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നെക്കൊണ്ട് അത് കഴിയില്ല എന്ന് തന്നെയാണ്. ഇതൊരു സയൻറ്റിഫിക് ടെക്സ്റ്റ് ബുക്കല്ല. ഐ ലൈക്ക് ഇറ്റ് ഓർഡേർഡ് മൈൻഡ് സെറ്റ്. പിന്നെ ജീവിതത്തിൽ റിച്ച് ആവുക എന്ന് പറയുന്നത് മാത്രമല്ലല്ലോ ലക്ഷ്യം, ആണോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രൗഡഡ് ഡോട്ടർ ആവുക എന്നുള്ളതും എൻ്റെ ലൈഫിലെ എൻ്റെ ഒരു ലക്ഷ്യമാണ്. നോട്ട് എ പ്രൗഡഡ് ഡോട്ടർ ബട്ട് എ പ്രൗഡഡ് ഗ്രാൻഡ് ഡോട്ടർ. അതായത് എൻ്റെ ഫാമിലിയിലെ നല്ലൊരു കൊച്ചുമകളാണെന്ന് കേൾക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, നല്ലൊരു മകളാണെന്നും. അതർ ദാൻ ദാറ്റ് റിച്ച്നെസ് എന്ന് പറയുന്ന ഈ സാധനം എന്നെ ഒരു പരിധിയിൽ കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല. എനിക്ക് ചെറിയ ചുമയും തൊണ്ടവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ ഇതെന്നെ റിച്ച്നെസ് അല്ലെ വെൽത്തിനെസ് എന്ന് പറയുന്നത് എന്നെ ഒരു പരിധിയിൽ കൂടുതൽ അഫക്റ്റ് ചെയ്യത്തില്ല. വെൽത്ത് ഉണ്ടെങ്കിലോ നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിലോ അത് വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പക്ഷേ ഡേ ടു ഡേ ലൈഫ് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ ഈ സാധനം അത്യാവശ്യമാണ്. അതിലും എനിക്ക് ഇമ്പോർട്ടൻറ്റ് വ്യക്തിബന്ധങ്ങൾ കാണുന്നത് തന്നെ ഞാൻ ചിന്തിക്കുന്നത്.
ബന്ധങ്ങൾ കാശുണ്ടെങ്കിൽ നിലനിൽക്കൂ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ളൊരു ഫാമിലിയിലല്ല ഞാൻ ജനിച്ചു വളർന്നത്. ഐ പ്രൗഡ്ലി സേ ദാറ്റ് ഞങ്ങളുടെ ഫാമിലിയിലാരും റിച്ച് ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ പറയുന്നത് എൻ്റെ ഫാദറിൻ്റെ ഫാമിലിയെ പറ്റിയിട്ടാണ്. ഞങ്ങളൊരു വലിയ ഫാമിലിയിലാണ്. അപ്പോൾ വലിപ്പം എന്ന് പറഞ്ഞത് ഞങ്ങൾ ആൾക്കാരുടെ എണ്ണത്തിലാണ്. അപ്പോൾ എല്ലാവരും കുഴപ്പമില്ലാത്ത സാമ്പത്തിക സ്ഥിതിയിലാണ്. പക്ഷേ ഞങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സക്സസ്ഫുൾ ഡോട്ടർ ആൻഡ് സക്സസ്ഫുൾ ഗ്രാൻഡ് ഡോട്ടർ, ഗുഡ് ഡോട്ടർ ആൻഡ് ഗുഡ് ഗ്രാൻഡ് ഡോട്ടർ എന്നുള്ളതാണ്. റിച്ച്നെസ് എനിക്ക് എൻ്റെ ജീവിതത്തിന് വെൽത്തും കാശും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. അല്ലാതെ വ്യക്തിബന്ധങ്ങളെ ഒരിക്കലും സമ്പത്ത് സ്വാധീനിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഫിയർ, അത് നമുക്ക് ആദിമ മനുഷ്യൻ കാട്ടിൽ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ പേടിക്കും എന്നത് തൊട്ട് നമ്മുടെ ബ്രെയിൻ എല്ലായ്പ്പോഴും ഒരു കംഫർട്ട് സോണിൽ ഇരിക്കാൻ നിൽക്കുന്നുണ്ട്. ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തവരും മാത്രമേ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളൂ. ഫിയർ ഓഫ് ക്രിറ്റിസിസം, അത് പണ്ടേ എനിക്കില്ലാത്ത, ആൾക്കാരെന്ത് പറയും എന്നുള്ളത്. രാത്രി അത്യാവശ്യം പുറത്തൊന്നും ഇറങ്ങാൻ എനിക്ക് അത്യാവശ്യം പേടിയൊന്നുമില്ല. കള്ളന്മാരെന്നെ ഉപദ്രവിക്കുമെന്ന് ഞാൻ പേടിച്ചിട്ടില്ല. കാരണം ഞാൻ അധികം ഓർണമെൻറ്റ്സ്, കള്ളനെ നോക്കി കണ്ടുപിടിച്ച് പിടിച്ചു പറിച്ചുകൊണ്ട് പോകാനുള്ള ഓർണമെൻറ്റ്സ് ഒന്നും ഞാൻ പണ്ടേ യൂസ് ചെയ്യാറില്ല. പിന്നെ ഞാൻ കുറച്ച് ഓർണമെൻറ്റ്സ് വലിച്ചു വാരി ഇട്ടാലേ ഞാൻ റിച്ചാന്ന് നാട്ടുകാർ വിചാരിക്കുക എന്നുള്ള ചിന്ത എനിക്കില്ല. കാരണം എൻ്റെ നാട്ടുകാർക്ക് ഏകദേശം നമ്മളാരാന്നും നമ്മളൊരു അല്ലേ ഒരു വീട്ടിലും ഒരു കുടുംബത്തും ഒരു വീട്ടിലും ജനിച്ച് വളർന്നതല്ല. അപ്പോൾ നാട്ടുകാരെ അങ്ങനെ ഓർണമെൻറ്റ്സ് ഇട്ട് കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഫിയർ എന്ന് പറയുന്നത് അത്യാവശ്യം എനിക്ക് ഇല്ലാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തിലും എടുത്തിയാടും. ഡെഡ് ലൈൻ മീറ്റ് ചെയ്യുന്നവരെ എനിക്കത് പറ്റത്തില്ലെങ്കിൽ ഞാൻ അവിടെ ഉപേക്ഷിച്ചിട്ട് പോരാണ് എൻ്റെ പതിവ്. നിങ്ങൾ നോക്കിയും കണ്ടൊക്കെ ചെയ്യുക. പേടി എന്ന് പറയുന്നത് കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളവിടെ ഇരിക്കത്തേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അത് പിന്നെ ഡിസിപ്ലിൻഡ് ആക്കി എടുക്കുക. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ പോലെ എൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഈ ബുക്കിനകത്ത് പറയുന്ന വേറൊരു കാര്യം, സെക്സ് ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നുണ്ട്. സെക്സ് ഒരു ബോഡി നീഡാണ്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഒരു ശാരീരിക ബന്ധം, ഒരു ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും സന്തോഷവതിയായി കാണപ്പെടാറുണ്ട്. നല്ലൊരു ലോങ് ടൈം സെക്സ് ഉള്ളവർക്കാണ് കൂടുതൽ കാലം